പാകിസ്ഥാന്റെ അവസ്ഥ, അതായത് ഈ പാകിസ്ഥാനെ ഇന്ത്യ തൊടുമ്പോൾ ലോകമൊക്കെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ചൈന, തുർക്കി, അമേരിക്ക ഇവരൊക്കെ വല്ലാത്ത ഭയപ്പാടിലാണ് പാകിസ്ഥാൻ തീർന്നു പോകുന്നുള്ളത്. ഇപ്പൊ പാകിസ്ഥാൻ ആകെ ഞെട്ടി വിറച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചില നീക്കങ്ങൾ കണ്ടിട്ട്. പാകിസ്ഥാൻ തീർക്കുമോ? വീണ്ടും തീർക്കുമോ എന്ന് വെച്ചാൽ ഒന്ന് തീർത്ത അവന്മാരൊന്നും വരുന്നില്ല, അത് താഴെ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവന്മാര് നമുക്കെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടില്ലേ വലിയ കൊലോപങ്ങൾ. ഇതിന്റെ പുറകിൽ പാക് ചാര സംഘടനയാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് നേരിട്ട് ഈ ജനന്മാരുണ്ടല്ലോ നേരിട്ട് വരത്തില്ല, കുറെ കൂടെയുള്ള പണിയാണ് നേരത്തെ ഉള്ളത്. ഇപ്പോഴുള്ളത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പാക് മാത്രമല്ല, ലോകം മൊത്തം ഞെട്ടല്ല. ഇവന്മാർ എത്ര ഒരുക്കിയിട്ടെന്തോ J-17, J-16, അത് നിങ്ങൾക്ക് F-35 ഒക്കെ തരാമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. ആയുധങ്ങൾ ആവശ്യം പോലെ തരാം, പക്ഷെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഏറ്റവും ഭയങ്കര സംഭവം, ഇപ്പോൾ ലോകത്തൊരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഒരു ഈഗിൾ സി എന്ന് പറയുന്ന വിമാനം, നിരീക്ഷണ വിമാനമാണ്, നിസ്സാര വിമാനമല്ല, ഇറ്റലിയുടെ വിമാനമാണ്. അതായത് എല്ലാ സംവിധാനങ്ങളും എല്ലാത്തിനെയും, അതായത് അന്തർവാഹിനികളെ വരെ നിരീക്ഷിക്കാൻ പറ്റുന്ന റഡാർ സംവിധാനമുള്ള വിമാനമാണ്. നമ്മുടെ പതിവ് പോലെ പുള്ളി അതിർത്തിയിൽ ഇങ്ങനെ നിരീക്ഷണവുമായിട്ട് സമുദ്ര അതിർത്തിയിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് നമ്മൾ പറയത്തില്ല എനിക്ക് സമനില തെറ്റിച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കമ്മ്യൂണിക്കേഷനും അങ്ങ് പോയി. എന്നുവെച്ചാൽ കപ്പലിൽ പുള്ളി യുദ്ധക്കപ്പലിലേക്ക്, പാകിസ്ഥാൻ്റെ യുദ്ധക്കപ്പലില്ല, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയാൽ യുദ്ധക്കപ്പലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പോയി. എങ്ങോട്ട് പറക്കണം, എവിടാ നിൽക്കുന്നത്, എനിക്ക് വല്ലാത്തൊരു എല്ലാം നമ്മൾ അസ്വസ്ഥമായിട്ട്, അല്ലെങ്കിൽ എന്താണെന്ന് സംഭവിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഏതായാലും ഇത് ഇങ്ങനെ തറയെ പോയി എന്ന് പറഞ്ഞാൽ എവിടാന്ന് അറിയത്തില്ല, എങ്ങോട്ടൊക്കെ ചെന്ന് ഇറങ്ങി നമുക്കറിയത്തില്ല. ഇപ്പൊ സംഭവം അറിയത്തില്ല, എവിടാന്ന് അറിയത്തില്ല. ഇപ്പൊ ഇതേ രീതിയിലേക്ക് ഇരിക്കുകയാണ്. ഇത് സിനിമയില് ഹരികൃഷ്ണൻ സിനിമയില് പറയാൻ പോലെ അവരാ കേസ് ഏറ്റെടുത്തില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവരാ കേസ് ഏറ്റെടുത്തു. അതുപോലെ ഇന്ത്യക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം. ഇന്ത്യ മിണ്ടിയിട്ടില്ല, അപ്പോഴാണ് സൂക്ഷിക്കുന്നത്. ഇന്ത്യ മിണ്ടുന്നില്ല കുട്ടി. സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ ഇന്ത്യ മിണ്ടുന്നില്ല. ഇപ്പൊ ലോകമാ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി, ആര് ചെയ്തു? ചൈനയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല, ചൈനയ്ക്ക് ചെയ്യത്തില്ല. അപ്പം നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞില്ലേ AI-യുടെ മാതാമാകാൻ പോകുന്നു ഇന്ത്യ. കണ്ടോ രാവിലെ. അപ്പൊ ഇവന്മാര് പറയുന്നുണ്ട്, ആരാ? പാകിസ്ഥാൻ പറയുന്നുണ്ട്, നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവന്മാര് ഒരു 10 എന്തും വേണ്ടി സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തേക്ക് വിടുന്നത്. ഒരു മാസം തന്നെ ഇപ്പം 10-30 സാറ്റലൈറ്റാണ് വിടുന്നത്. ഇതിന്റെ എല്ലാം പറയുന്നത് എന്താന്ന് പറയാം, സാറ്റലൈറ്റ് വിടുമ്പോൾ നമ്മളടുത്ത് പറയുന്നത്, പാകിസ്ഥാൻ പറഞ്ഞ സാറ്റലൈറ്റ് വിടുമ്പോൾ പറയുന്നത് കൃഷിയുടെ കാര്യം നോക്കാനാ, കാലാവസ്ഥ പ്രവചിക്കാനാ, പന്നി കൃഷി നശിപ്പിക്കാൻ നോക്കാനാ, അല്ലെങ്കിൽ മറ്റു പലതിനും ഒക്കെ നോക്കാനെന്ന് പറഞ്ഞിട്ട് ഇതൊന്നുമല്ല. ഇത് ഇവർ വേറെ കാര്യത്തിന് ഉപയോഗിക്കുക, ലോകത്തെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുക. ഏറ്റവും അവസാനം ആവശ്യം വന്നാൽ ഈ സാറ്റലൈറ്റ് ഓരോ ആയുധമായിട്ട് തന്നെ വർത്തിക്കും എന്നുള്ള രീതിയിലേക്ക് പറയും. ഇത് ലോകത്ത് പറയുന്നുണ്ട്. കാരണം നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്ന പല സാറ്റലൈറ്റുകളും ഉണ്ട്. നമ്മൾ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ, ശത്രുരാജ്യങ്ങളെ നിരീക്ഷിക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ലാതെ ഒത്തിരിയും വിട്ടിട്ടുണ്ട്. എന്തോ ഈ കാലാവസ്ഥ നിരീക്ഷണം, മറ്റേ മറിച്ച് ഇതെല്ലാം ഒന്ന് കാലാവസ്ഥ നോക്കും, മറ്റേ കണ്ണുകൊണ്ട് വേറെ കാര്യങ്ങൾ നോക്കും. ഈ വല്ലാത്തൊരു പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇവന് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ പെട്ടിട്ടുണ്ട്. എവിടെ ചെന്ന് ഫോട്ടോ നിന്നാലും എല്ലാം ഇഞ്ഞ് ഫോട്ടോ അടക്കം. ഇപ്പൊ സോറസിന്റെ അടുത്ത് പോയത് ഫോട്ടോ അടക്കം. അപ്പം ഇതിനകത്ത് ഇവരിപ്പം ഇത് വല്ലാത്ത ത്രെട്ടാ. നമ്മൾ തമാശക്ക് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പാകിസ്ഥാന ധന്യ, ഞാൻ ഇന്ത്യ, ഞാൻ പാകിസ്ഥാനാ ധന്യ. അപ്പൊ എല്ലാ സംവിധാനവും ഒരുക്കിയേക്കുക. ഇപ്പം ഫൈറ്റർ ജെറ്റുകളെല്ലാം ഇങ്ങനെ നിരത്തി നിർത്തിയേക്കുക. നിരീക്ഷണ വിമാനങ്ങൾ, അല്ലെങ്കിൽ മിസൈലുകൾ, ഡ്രോണുകൾ, മറ്റേ മറിച്ചതല്ല. ഇത് അവിടുന്ന് തൊടുത്ത് ഇന്ത്യയിലോട്ട് വിടുക. അപ്പോൾ 2 ഫൈറ്റർ ജെറ്റുകൾ, ഒന്ന് നമ്മുടെ വ്യോമസേനയുടെ താവളത്തിലേക്ക്, ഒന്ന് നമ്മുടെ ഈ ഡൽഹി തലസ്ഥാനത്തേക്ക്, മറ്റിടത്ത്. ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ ദിശ അങ്ങ് തെറ്റുക, ഇത് അങ്ങോട്ടങ്ങ് പോകാൻ എന്ത് ചെയ്യും? നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്ത് ഇത് കാണിക്കും, മാപ്പിൽ കൂടാന്നല്ലോ ഓടുന്നത്. ഇത് നോക്കുമ്പോൾ ഡൽഹിയിലോട്ട് പോകുന്ന വിമാനം, ഡൽഹിയിലോട്ട് അവരുടെ ഫൈറ്റർ വിമാനം തന്നെ ഡൽഹിയിലോട്ട് പോകുന്നതായിട്ട് ഇവന് തോന്നുന്നു. അവന് ഡയറക്ഷൻ കൊടുക്കുക പൈലറ്റിന്. സംവിധാനമോ അല്ലെങ്കിൽ അതിനകത്ത് ഈ സംവിധാനങ്ങളെ നമ്മൾ കൈക്കലാക്കി നമുക്ക് ഇഷ്ടമുള്ളവർ ഉപയോഗിക്കും. ഇത് കറാച്ചിയിലേക്ക് പോയി അവിടെ പോകുമ്പോഴിട്ട് വന്നാൽ എന്തോ ചെയ്യും? അല്ലെങ്കിൽ അല്ല ഇപ്പൊ അതാ സംഭവിച്ചേക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, എവിടാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ആ പാടെ അന്താളിച്ച് ഇറക്കണ്ടേ, ഇരിക്കുന്നവൻ അന്നേരെ വരണത്തില്ലേ? കാരണം ഇത് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ ഇത്
വിമാനമല്ലേ വണ്ടിയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ഇടിച്ചു നിർത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. വിമാനമല്ല, ഇത് എങ്ങോട്ടാ പോകുന്നത്, എവിടുന്നാ പോകുന്നത്, കപ്പലിലോട്ട് അറിയണ്ടേ, ദിശ അറിയണ്ടേ. ഇതിനകത്തുനിന്ന് ഇതിനകത്ത് മാപ്പിങ്ങിനകത്ത് അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ, റഡാർ കമ്മ്യൂണിക്കേഷൻ അല്ലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇതൊക്കെ തകർന്നു കളയോ. അപ്പൊ ആശങ്കയില്ല. ഇത് നിരീക്ഷണ വിമാനത്തിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും നിരീക്ഷിക്കാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല, കപ്പൽ എവിടെയെന്ന് അറിയാൻ പറ്റുന്നില്ല, പാകിസ്ഥാൻ എവിടെയെന്ന് അറിയാൻ പറ്റുന്നില്ല, ഇന്ത്യ എവിടെയെന്ന് അറിയാൻ പറ്റുന്നില്ല, ഏത് അതിർത്തിയിലെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ പാടെ വരഞ്ഞ് ഇതുപോലെ യുദ്ധസമയത്ത് കൈകാര്യം ചെയ്ത് എന്തു ചെയ്യും? ഇതുകൊണ്ടാ ജപ്പാൻ പറഞ്ഞ ചുമ്മാ ഇനി കളിക്കാൻ പോകല്ലേ, അടുത്ത യുദ്ധം എന്ന് പറയാൻ ഇങ്ങനെയല്ല, ഇങ്ങനെയൊന്നും അല്ലടേ എന്ന് പറയത്തില്ലേ, ഇങ്ങനെയൊന്നും അല്ലടേ. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ വേറെ കാര്യമുണ്ട് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ യുദ്ധത്തിന് ശേഷം അറിയാമല്ലോ, സിന്ദൂറിന് ശേഷം പ്രതിരോധ സംവിധാനം ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അമേരിക്കക്കാരൻ പറഞ്ഞു, അത് തന്നെ അങ്ങനെ തന്നെ സംഭവം. അമേരിക്കക്കാരൻ പറഞ്ഞു ഫ്രാൻസിന് UAE ഒരു യുദ്ധക്കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതിനകത്തുനിന്ന് F-35 അവരുടെ പ്രതിരോധ സംവിധാനത്തെ കടക്കാൻ നോക്കാൻ പറഞ്ഞു. അയാൾ അവിടെ നിന്ന് അത് പൊക്കി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ച് ഇങ്ങോട്ട് കയറ്റാൻ തുടങ്ങി. ഇവിടെ വെച്ച് അങ്ങ് ജാം ചെയ്തു. അന്നേരം ഇയാൾക്കും ഇതുപോലെ പോകാൻ പറ്റുന്നില്ല, എങ്ങോട്ടാ പോകുന്നത്. ഇന്ത്യയുടെ ബോർഡർ കടന്നപ്പോൾ ഇന്ത്യനെ നോട്ട് ചെയ്തു, നമ്മുടെ പ്രതിരോധ സംവിധാനം നോട്ട് ചെയ്തപ്പോൾ നമ്മളോട് അനുവാദം ചോദിച്ചിട്ടില്ല. F-35 ഇല്ല, അത് അവിടെ വെച്ച് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തപ്പോൾ ഇയാൾക്ക് തിരിച്ച് കപ്പലേ പോകാനൊക്കത്തില്ല. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചു, ഞങ്ങളുടെ ഒരു വിമാനം ഇതുപോലെ വഴിതെറ്റി അല്ലെങ്കിൽ ഇന്ധനം തീർന്നിട്ടുണ്ട്, പിന്നെ 1000 കോടി രൂപയുടെ വിമാനമാണ്, ആ വിമാനത്തിന്റെ ഇന്ധനം മേടി വെച്ച് തീർന്നു. മനസ്സിലൊന്ന് ആലോചിച്ചോ, കാര്യം ലഭിച്ചത്. നമ്മൾ പറഞ്ഞ് ഇറങ്ങിക്കോ, ശരി ഇറക്കി, തിരുവനന്തപുരത്ത് ഇറങ്ങി. ആദ്യമേ ഈ വിമാനത്തിന്റെ വലിപ്പം കൊണ്ട് ഇതിന്റെ വട്ടം അങ്ങ് ഇരിക്കുമല്ലോ, കോഴിയാ മുട്ട എടുത്ത് മാറ്റിയാൽ മുട്ട ഇട്ടെടുത്ത് നമ്മൾ മുട്ട അങ്ങ് മാറ്റിയാലും മുട്ട ഇട്ടെടുത്ത് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞാലേ പൈലറ്റ് അങ്ങ് ഇരിക്കും അവിടെ. ഇരുന്ന് ഇവന്റെ വേരിറങ്ങി. ആദ്യം വലിയ ഗമ പറഞ്ഞു ഇപ്പൊ കൊണ്ടോ അവിടുന്ന് റോയൽ എയർഫോഴ്സ് ആണല്ലേ ബ്രിട്ടൻ, അവിടുന്ന് വന്നു അവരുടെ ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് 4 പേർ ഇറങ്ങി, 4 സ്കൂട്ടർ ഡ്രൈവറായിട്ട് വട്ടം വന്ന് നോക്കി. എവിടാ യുവമാരുണ്ടാക്കിയ വിമാനമാ. അവിടുന്ന് വിമാനം ഉണ്ടാക്കിയിടത്തുനിന്ന് ആള് വന്നു, അമേരിക്കയിൽ നിന്ന് വന്നു, ബ്രിട്ടനിൽ നിന്ന് വന്നു, എവിടുന്ന് വന്നിടക്കെ ഇതിന് മൊത്തം കുരിയും കിടക്കും. ഇത് അഴിക്കാൻ യുവമാർക്കറിയത്തില്ല. നമ്മൾ ജാം ചെയ്ത് പിടിച്ചതാ. ഇതേപോലെ തന്നെ തുർക്കി ഈ ഡൽഹിയില് നമ്മുടെ ഇവിടെ യുദ്ധം അവിടെ പൊട്ടിത്തെറിച്ചല്ലോ. 12 മണിക്കൂറിനകം അവന്റെ അതിനകത്ത് പൊട്ടിത്തെറി നടന്നു. ബംഗ്ലാദേശില് അന്ന് വൈകിട്ട് തൊട്ട് തൃശ്ശൂർ പൂരമായിരുന്നു. പടപടപടോന്ന് പൊട്ടു. അന്നേരം റെഡ് അലേർട്ട് കൊടുത്തു, പാകിസ്ഥാൻ റെഡ് അലേർട്ട് കൊടുത്തു. അടുത്ത് ഞങ്ങളെ അടിക്കണം അവരങ്ങ് തീരുമാനിച്ചിരിക്കുക, ഇനി അമ്മക്കാടി. അമ്മരാന്നല്ല ഇതിനെല്ലാം പുറകില് ഞങ്ങൾക്കാടി ഞങ്ങൾക്കാടി ഇപ്പൊ തീരുമാനിച്ചു. അപ്പോഴത്തേന് ഈ ആയുധം കൊടുക്കുന്ന ആടാ തുർക്കി അവിടുന്ന് ആയുധമായിട്ട് മേപ്പോട്ട് പൊങ്ങിയതേ ഓർമ്മ 20 പട്ടാളവും സാധനവും താപ്പോട്ടങ്ങ് പോയി. അവൻ മിണ്ടിയിട്ടുണ്ടോ ഇതുവരെ? ഒരു പരാതിയില്ലല്ലോ. എന്തോ അവിടെ സംഭവിച്ചു അറിയത്തില്ല. അവൻ പറഞ്ഞില്ല, പട്ടാളക്കാരി അത്തതും അറിയാനില്ല, വിമാനം പോയതും അറിയാനില്ല. ഇതിന്റെ പുറകില് അന്ന് നമ്മളൊന്നും പറഞ്ഞില്ല, ലോകം പറഞ്ഞത് ഇന്ത്യ. F-35 ജാം ചെയ്ത് പിടിച്ച ഇന്ത്യ. F-35 ആർക്കും വേണ്ട. ഇവിടെ കയറി എത്തി നോക്കിയതാ, നമ്മുടെ ബോർഡറിൽ കയറി എത്തി നോക്കിയതാ. പ്രതിരോധം അതങ്ങനെ തീരുമാനമാക്കി. തുർക്കിയുടെ കാര്യം തീരുമാനമാക്കി. ഇപ്പൊ ഏറ്റവും അവസാനം ഇയാളുടെ നിരീക്ഷണ മുഖാനം ഇറ്റലിക്കാരനും തലവേദന. ഇറ്റലിയുടെ വിമാനമല്ല, ഇറ്റലിയുടെ ഇനി വേണ്ടെന്ന് പറയും. ഈഗിൾസ് വേണ്ടാന്ന് ഇറ്റലി. മനസ്സിലായി? ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോവാണ് സംവിധാനം. നമ്മള് കളി ഇവിടെ ഇപ്പൊ ഇനി അടുത്ത ഇന്ത്യയുടെ യുദ്ധം ചെയ്തിരിക്കുന്ന മിസൈൽ എല്ലാം തയ്യാറാക്കി വട്ടം ഇങ്ങനെ വെച്ചേക്കുക. കറണ്ട് ഉണ്ടെങ്കിലല്ലേ മിസൈൽ വിടാനൊക്കും. അതാ ജപ്പാൻകാരൻ പറഞ്ഞു, മുന്നേറുക, നീ അവിടെ നിന്ന് മിസൈൽ തയ്യാറാക്കും, നീ അവിടെ നിന്ന് അവരുടെ വ്യോമസേനയെ നോക്കിയിരിക്കും, നീ അവരുടെ നേവിയിൽ നോക്കും, മുങ്ങിക്കപ്പൽ നോക്കും, പട്ടാളക്കാരെ നോക്കും, ടാങ്കർ ലോറി നോക്കും, അല്ലെങ്കിൽ ടാങ്കർ നോക്കും. അവർ മേടിയത് ലൈറ്റ് ഓഫ് ചെയ്യും. 3 മിനിറ്റ് കൊണ്ട് നിന്റെ ലോകത്തുള്ള കമ്മ്യൂണിക്കേഷൻ മൊത്തം ഓഫ് ചെയ്യും. പിന്നെ എവിടൊക്കെയാ പോകുമ്പോൾ ഇവിടുന്ന് നിനക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് അവിടുത്തെ കളിക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിലല്ല ഇന്ത്യ. അടുത്ത ലോകത്തിലെ ഏറ്റവും ലോകയർച്ച എങ്ങനെ യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധം ഉണ്ടോ, സംവിധാനത്തിൽ ഇത്തരത്തിൽ യുദ്ധം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിന് അവർക്ക് ഇനിയും നമ്മൾ പറയത്തില്ലേ, നമുക്കിനി ഒരു പരസ്യം തരാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറാവരുത്. അടുത്ത പരസ്യത്തോടു കൂടി ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ട് ഇന്ത്യ മാറും. അതുകൊണ്ട് അതിന് തയ്യാറാവരുത് എന്നൊക്കെ ജപ്പാൻ പറഞ്ഞു. ഇവന്മാർക്ക് ഇത് മനസ്സിലാകത്തില്ല. നമ്മുടെ ലോകത്തിന്റെ നിറയിലെത്തിച്ചതിന് ഒരു വലിയ നമസ്കാരം ഇവന്മാർക്ക് കൊടുക്കണ്ട. കാരണം ഈ സാധനമെല്ലാം നമ്മള് പരീക്ഷ പഠിച്ചതാണ്. ഇവനില്ല ഇനി ആ യുദ്ധത്തിനകത്ത് നമ്മൾ ചെയ്തൊരു കാര്യം അറിയോ? തുർക്കി ലോകത്തിലെ ഏറ്റവും വലിയ തുർക്കിയുടെ ഡ്രോൺ കഴിഞ്ഞേ ഉള്ളായിരുന്നു. എല്ലാ ഡ്രോണും ഫ്രാൻസിന് പോലും പേടിയായിരുന്നു. തുർക്കിയുടെ ഡ്രോൺ നമ്മൾ പിടിച്ചു, ആടിച്ച് മൊത്തം നശിപ്പിച്ചു. അതിപ്പോ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അറിഞ്ഞോ? അവന്റെ ടെക്നോളജി എടുത്തിട്ട് അതുക്കും മേലെ
ഇയാൾ ആർക്കും കൊടുക്കത്തില്ല. അത് നമ്മൾ പിടിച്ച് ജാം ചെയ്ത് പിടിച്ച് ആദ്യം മേലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരുന്നുണ്ടോ ഔദ്യോഗികമായിട്ട് പറ്റില്ല, നമ്മളങ്ങ് ഡെവലപ്പ് ചെയ്തു ഇവന്റെ ടെക്നോളജി. F-15 എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ബ്രഹ്മോസിനെ മറികടക്കുന്നത്. അവനെ നമ്മുടെ ജീവനോട് ഒപ്പിച്ചു. അവന്റെ ഈ ടെക്നോളജിക്ക് വേണ്ടി ഇവിടെ ക്യൂ നിന്ന് ഞാൻ കൊടുത്തേ. അപ്പം ഇതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോവാം. ഇപ്പം ലോകം ഞെട്ടില്ല. അങ്ങനെ ഇത് ഇന്ത്യക്ക് മാത്രമല്ല, വേറെ ഏതെങ്കിലും രാജ്യം ഏറ്റുമുട്ടിയാലും ഇതേ അവസാനമാണല്ലോ. കാരണം അമേരിക്കൻ ടെക്നോളജി, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിന് പോലും തടുക്കാൻ കഴിയുമോ ബ്രഹ്മോസ് എന്നുള്ള രീതിയിൽ അന്ന് ട്രംപ് പറഞ്ഞായിരുന്നു. ആ സംശയമുണ്ട്, വെളി പറയുന്നില്ലെന്നില്ല. അതിനാ പറഞ്ഞ ഞങ്ങള് ഗോൾഡൻ ഡോം പണിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ, ഗോൾഡൻ ഡോം ഒക്കെ വെക്കുന്നത്. ഇവന്റെ ഗോൾഡൻ ഡോമിനെക്കാട്ട് മുമ്പേ നമ്മളിപ്പോൾ സുദർശനചക്ര പണിഞ്ഞടക്കാൻ പോകും. അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. പാകിസ്ഥാന് പിന്നെ ഒന്നും അറിയത്തില്ല, ലോകം ഞെട്ടല്ല. ശരി.